ഇതെന്റെ വെട്ടമുള്ള അടുക്കളയായിരുന്നു. ആ അടുക്കള വെച്ച് എന്റെ ആണോ നിന്റെ ആണോ നല്ല ചായ? എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോഗ്രാഫറെ കിട്ടി. ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഹോളിഡേ ആണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തുനിന്നാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പം നമ്മൾ തിരിച്ചു വന്ന് വേഗം തന്നെ ഞാൻ ഡ്രസ്സ് പോലും മാറാതെ അടുക്കള കയറിയിരിക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഒരിടം വരെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഇരിപ്പുണ്ട്, ഗീ റൈസ് വേഗം അങ്ങ് വെച്ചിട്ട് ഒന്ന് ഗ്യാസ് ഏജൻസി വരെ പോകണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വയ്ക്കാം. ഞാൻ കുറച്ച് ഇരുട്ടൊക്കെ തോന്നിക്കും. എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി, അതുകൊണ്ട് ഞാനിനി ഇത് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയി. ഇപ്പം ഞാൻ എങ്ങനെയോ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഇരുന്ന ഒരു പഴയ ഒരു ക്ലാമ്പ് ചെയ്യുന്ന ഒരു ട്രൈപോഡ് വെച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്യുന്നത്, നമുക്ക് ഗീ റൈസ് ആക്കാം. ഗീ റൈസ് ആകുന്ന സമയം വരെ, ഗീ റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് പോകാമല്ലോ. പിന്നെ വന്ന് കഴിഞ്ഞ് ചിക്കനും ചൂടാക്കി കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് വേഗം നിന്ന് ഫ്രൈയും ചെയ്ത് സംഭവം അങ്ങ് റെഡിയാക്കാം. മൊത്തത്തിൽ കുളവായ ദിവസമാണ്. ഗീ റൈസിന് വേണ്ടത് നെയ്യാണ്. ഇന്ന് ഞാൻ വിചാരിച്ച ഇന്ന് ഇതിൽ ഗീ റൈസ് വെക്കാമെന്ന്. കാരണം എന്താ, എപ്പോഴും ഞാൻ കുക്കറിലല്ലേ വെക്കുന്നത്. അപ്പം ഇതിൽ ഗീ റൈസ് വെക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ പറയാം. എനിക്ക് ഇവിടെ ഇത് ക്ലാമ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ഭാഗത്ത്. അപ്പം ഇവിടെ നിന്നുള്ള പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് നടക്കത്തുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴേ, ഇപ്പം ഞാനിപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തന്നെ. അപ്പം എനിക്ക് വാശിയൊന്ന് വീഡിയോ എടുത്തേ പറ്റത്തുള്ളതാണ്. ഞാൻ എങ്ങനെയൊക്കെ എടുക്കും. എനിക്ക് ചില കാര്യങ്ങളിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഗീ റൈസ് വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നെയ്യിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് നെയ്യ് മാത്രമേ ഒഴിച്ചുള്ളൂ, ഒത്തിരി ഒന്നുമില്ല. കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു 1.5-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കാണും. അതിലേക്ക് പട്ട ഇടുക, ഗ്രാമ്പു, ഏലക്ക, അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരേലക്ക മതി. ഇവിടുന്ന് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വെട്ടവും കുറവാണ്. ഏലക്കയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് മൂക്കണം. അതിൻ്റെ പച്ചച്ചുവ മാറണം. പക്ഷേ ഒത്തിരി അങ്ങ് ആ വെളുത്തുള്ളി ഇങ്ങനെ ഒരു വെളുത്തുള്ളിയുടെ ചുവ വരല്ല ഈ റൈസിന്. വെളുത്തുള്ളി ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ബേൺഡ് ഗാർലിക്കിൻ്റെ ഒരു ചുവ വരും ഗീ റൈസിന്. അതൊരു സുഖമില്ല. പക്ഷേ വെളുത്തുള്ളി മൂത്തില്ലെങ്കിൽ ഒരു പച്ചച്ചുവ ചുവയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് സബോള ചേർക്കാം. ആക്ച്വലി ഞാനിങ്ങനെ ഗീ റൈസ് ഇങ്ങനെ സബോളയൊക്കെ ഇത് ചെയ്ത്
കാഷ്യൂ ഇങ്ങനെ ദമ്മിട്ട് എടുക്കണമെന്നാണ് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ കണ്ടത് ഇന്നലെ. പക്ഷെ ഇനിയിപ്പം അതിൻ്റെ കാരണം ഞാൻ ഈ ട്രൈപോഡ് ഒടിഞ്ഞു പോയതുകൊണ്ട് കുറച്ച് സമയം അതിലങ്ങ് പോയി. ഇനിയിപ്പം വേഗം ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. സബോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കൊടുക്കുക. അതിനിടയ്ക്ക് എൻ്റെ ഉപ്പ് ഭരണി പൊട്ടി. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്ത് പൊട്ടിയിരിക്കുകയാണ്. ഉപ്പ് ഭരണിയല്ല, ഉപ്പിൻ്റെ ഉപ്പിട്ട് വെക്കുന്ന ആ ഒരു പാത്രം പൊട്ടി. അതിന് മാറ്റണം. അങ്ങനെ ഇന്ന് മൊത്തത്തിലൊരു ശരിയല്ലാത്ത ദിവസമാണ്. ഇതിനി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് പല ആംഗിളിൽ വെച്ച് ഞാൻ ട്രൈ ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ വെച്ച് ഒരു ട്രൈപോഡ് ഇല്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടേ. ഞാൻ ഏകദേശം 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇതിൻ്റെ നമ്മൾ മേടിക്കുന്ന ബ്രാൻഡിൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ പുറകെ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്താ പറയുന്നത്, വെള്ളം ഒഴിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അരി. ഇനി നമുക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ആ ഒരു കണക്കിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് അല്ല 2 കപ്പിൽ ഒരു കപ്പ്, ഒരു 1.25 കപ്പ് അരിയേ ഉള്ളൂ. ഇതിട്ട് ആദ്യം ഒന്ന് വഴറ്റണം. എനിക്ക് പെട്ടെന്നൊരു വീഡിയോഗ്രാഫറെ കിട്ടി. വീഡിയോഗ്രാഫറുടെ സ്കില്ല് മൊത്തം ഈ വീഡിയോയിൽ പതിപ്പിക്കുകയാണ്. ഒരു മിനിറ്റ് ഈ എന്താ പറയുന്നത്, ഈ അരി ഒന്ന് വഴക്കണം. അപ്പോൾ ഒരു വീഡിയോഗ്രാഫർ ഉണ്ടെങ്കിൽ എന്തെളുപ്പം. മതി ഇങ്ങോട്ട് വാ. ട്രൈപോഡും വെച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു വീഡിയോഗ്രാഫർ ഉണ്ടെങ്കിൽ എന്ത് എളുപ്പമാണ് വീഡിയോ എടുക്കട്ടെ. അടച്ചു വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിപ്പോൾ ഞാൻ വലിയ ബർണറിലാണ് വെച്ചിരിക്കുന്നത്. തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ബർണറിലേക്ക് മാറ്റി വെക്കണം. ഇതിനി തിളക്കട്ടെ. കട്ടിറ്റ് ഇത് ഏകദേശമൊക്കെ. അപ്പോൾ ഇത് തിളച്ച് വന്നെങ്കിൽ നമുക്കിനി ഇത് കുറച്ചിട്ട് ഇതിനി ഞാൻ ഈ ബർണറിലേക്ക് മാറ്റി വെക്കാൻ പോവാം. അപ്പം ഇതിനി ലോ ഫ്ലെയിമിലിരുന്ന് ആയിക്കോളും. അതവിടെ ഇരുന്ന് ആവട്ടെ. അപ്പം ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ഇങ്ങനെയല്ല എൻ്റെ ഗീ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. ഇന്ന് ഫുള്ളി കൈ പിടിച്ചിരുന്ന സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ ദമ്മിട്ട് വെക്കണമെന്നാണ് വിചാരിച്ചത്. ഗീ റൈസ് ഇങ്ങനെ എന്താ പറയുന്നത്, ഉള്ളിയും കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇങ്ങനെ വറുത്ത് ദമ്മിട്ടൊക്കെ വെക്കണം. അപ്പം വന്നു കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ കുറച്ച് നേരം അങ്ങ് പോയി. ഈ ട്രൈപോഡിൻ്റെ കേസിലങ്ങ് പോയി, ട്രൈപോഡ് പൊട്ടിപ്പോയതിൻ്റെ കേസിലങ്ങ് പോയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വേറൊരു ട്രൈപോഡ് ഉണ്ട് റിംഗ് ലൈറ്റ് വെക്കുന്നത്. പക്ഷെ അതിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോൺ ഹോൾഡറില്ലേ, ആ ഫോൺ ഹോൾഡർ ആണെങ്കിൽ കാണുന്നില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേനും എങ്ങനെയോ അത് പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ ഫോൺ ഹോൾഡറും കൂടെ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഫുൾ. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കുന്നില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ച കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് ഇന്നാണ്. ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് പനിയായിരുന്നു. 2-3 ദിവസം പനി പിടിച്ചങ്ങ് പോയി. ഇന്നലെയാണ് ആക്ച്വലി ഒന്ന് തലപൊക്കിയത്.
ഒന്ന് ഇതായത്. അത് ഇന്നലെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കുഴപ്പമായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു ചൊവ്വാഴ്ചയൊക്കെ ആയപ്പോഴത്തേനും പതുക്കെ ഒരു പനിയുടെ ഫീല് തുടങ്ങി. ബുധനാഴ്ച ടെമ്പറേച്ചറൊക്കെ കൂടി. വ്യാഴാഴ്ച ആയപ്പം പനി അങ്ങ് പോയി, പക്ഷെ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇന്നലെ ഞാൻ പിന്നെ രാവിലെ അങ്ങ് കുളിക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് റെഡിയായി. തൊണ്ടവേദന, അങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ തോന്നായികയൊന്നുമില്ല. ജസ്റ്റ് ടെമ്പറേച്ചർ കൂടുക, ഭയങ്കര ക്ഷീണം, അതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പോകണം. അതിന് മുമ്പ് ഞാൻ വേഗം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ. ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. അതും ശനിയാഴ്ചത്തെ വീഡിയോ തന്നെയാണ്. നിങ്ങൾ അടുപ്പിച്ച് ചിലപ്പോൾ 2 ദിവസം കാണുന്ന ശനിയാഴ്ചകളിലെ വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോ, ഞാൻ എൻ്റെ ചീറ്റ് ഡേ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അത് പിന്നെ ഇനി വരാൻ പോകുന്നതും ഈ സാറ്റർഡേയിലെ വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് വയ്യാഴികയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ വന്ന ഞാനാണ് ഇന്ന് മൊത്തത്തിൽ കൊളായത്. പക്ഷെ ഇനി ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിൽ വിചാരിച്ചൊക്കെ ഇരുന്ന് നമ്മളെങ്ങനെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ അങ്ങനെ തോക്കല്ല എന്നുള്ള ഒരു വാശി വരത്തില്ല. അങ്ങനത്തെ ചില വാശികളൊക്കെ എനിക്കുണ്ട്. നമ്മളെ അങ്ങനെ വിദ്യയാക്കാൻ പാടില്ലല്ലോ. നമ്മളെല്ലാം എല്ലാം പ്രിപ്പയർ ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കതിനൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ തോച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ നമുക്ക് ഇനി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോഴത്തേനും അതാകും. എന്നിട്ട് ഞാൻ നോക്കി ഗ്യാസ് ഏജൻസി വരെ പോകണം. ശരി. ബ്ലോക്കാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഈ ഒരു സിഗ്നല്. നമ്മൾ പോയിട്ട് വന്നു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആണ്. ഇന്ന് ഗീ റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇതാണ് മെനു. സാലഡ് ഉണ്ടാക്കണം. കുക്കുംബർ എടുക്കാം. അല്ലാതെ സാലഡ് ഇന്ന് എനിക്ക് എടുക്കാൻ ഒരു മടി. അല്ല, കുക്കുംബർ അരിഞ്ഞ് എന്തായാലും എടുക്കണം. അപ്പം ഞാൻ ഡ്രസ്സ് മാറണം. ഇത് എൻ്റെ കയ്യിൽ നനയ്ക്കാൻ ഇടുന്നതാണ്. ഇതിപ്പോൾ ലോക്കലോട്ടത്തിന് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഈ ഡ്രസ്സുകളൊക്കെ. ഇങ്ങനെയുള്ള ടോപ്പുകൾ കുറച്ചുണ്ട്. അപ്പം ഇതിനെയും നനയ്ക്കാൻ ഞാൻ ഇപ്പം ഇതിന് നനയ്ക്കാൻ വേണ്ടി ഇടാൻ പോകണം. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ചെയ്തിട്ട് ഡ്രസ്സ് മാറാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പം ഞാനിന്ന് കുറച്ച് എണ്ണയിൽ, എപ്പോഴും എണ്ണ കുറച്ചല്ലേ ഫ്രൈ ചെയ്യുന്നത്, ഇന്ന് കുറച്ച് എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം 2 ദിവസമില്ല, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം, കഴിഞ്ഞ ഒരു 5 ദിവസം എന്ന് പറയുന്നത് നല്ല പിടിച്ചാണ്. മീൻസ് എനിക്ക് പനിയൊക്കെ വന്നു. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ല, മധുരം ഒന്നും കഴിച്ചിട്ടില്ല, നല്ല ഇതിലാണ്. പിന്നെ മീൻ മേടിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച. മുന്നത്തെ ആഴ്ച വരെ ഞാൻ എന്തെങ്കിലും മീൻ വറുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആറ്റമീൻ മേടിച്ച്. കഴിഞ്ഞ ആഴ്ച മീൻ വറുത്തിട്ടേ ഇല്ല. കാരണം മീൻ മേടിക്കാത്തതിൻ്റെ കാരണം, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഞാൻ അയില വാങ്ങിച്ച് എല്ലാം കഴുകി കൂട്ടാൻ വെച്ച് അങ്ങോട്ട് തുറന്ന് നമ്മൾ വെന്തിട്ട് നമ്മളിങ്ങനെ തുറന്ന് വന്നപ്പോൾ എൻ്റെ മണം എന്ന് പറയുന്നത് ഭയങ്കര അമോണിയയുടെ മണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രീഹരിയെ മണപ്പിച്ചു, ഞാനും മണപ്പിച്ചു. ഞങ്ങൾക്ക് ഒരുമാതിരി അമോണിയയുടെ മണം, ആ കറിക്ക് വരെ അമോണിയയുടെ ടേസ്റ്റ്. അതോടെ ഞാൻ മീൻ വാങ്ങിക്കൽ ഇപ്പം അങ്ങ് നിർത്തി. ഇനി പുറത്തു പോയി എങ്ങാനും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലീഷ്യസിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു, പക്ഷെ പൈസ തിരിച്ച് റീഫണ്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ചെയ്തോ ഇല്ലെന്ന് ഞാൻ നോക്കിയില്ല, നോക്കണം. അപ്പോൾ അതോടെ കടൽ മീൻ ഞാൻ വാങ്ങിക്കല്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അതിന് ശേഷം ഞാൻ മീൻ മറ്റേ 2
വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നും മീനൊന്നും വാങ്ങിച്ചില്ല. ഫുൾ വെജായിരുന്നു, മുട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ ചിക്കൻ വാങ്ങിച്ച് ചിക്കനൊക്കെ കറി വെച്ചു. ഇന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൈയും കൂടെ ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയൊക്കെ അതുപോലല്ലേ, വളരെ മിനിമൽ മീൻസ് നല്ലതായിട്ടല്ലേ കഴിച്ചത്. പിന്നെ ഞാനും അതെ റാഗിയാണ് ഫുൾ അരി. ഞാൻ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റാഗിയിലേക്ക് സ്വിച്ച് ചെയ്തു. കാരണം ഞാൻ റാഗി എൻ്റെ ഒരു മിഥ്യാധാരണയായിരുന്നു റാഗിയും തൈറോയിഡും തമ്മിലുള്ള സംഭവം. അപ്പൊ ഞാനും അങ്ങ് റാഗിയിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പൊ അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ ഞങ്ങളിപ്പോ രാവിലെയും രാത്രിയിലും റാഗി സംവെള്ളം മാവ് ദോശ ഇഡലി ഇല്ല, മിക്കവാറും ദോശയായിരുന്നു. പിന്നെ അങ്ങനെ കഴിഞ്ഞ ആഴ്ച അരിയാഹാരം ഉച്ചയ്ക്ക് മാത്രം ചോറൂണും അങ്ങനെയാ പോയത്. എൻ്റെ വെയിറ്റ് ഞാൻ 1 കിലോ കുറച്ചു. അത് പെട്ടെന്ന് 64 ഒക്കെ ആയപ്പോഴേ ഇപ്പൊ 63 വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് ആയിട്ടൊരു മസാല ദോശ കഴിയുന്നത്. ഉടുപ്പിൽ നിന്ന് മസാല ദോശ കഴിച്ചാലുള്ള ഗുണം ഞാൻ വെച്ചാൽ അങ്ങനെ ഓവറായിട്ട് ഫില്ല് ചെയ്യത്തില്ല. നമുക്കൊരു പുറത്തുനിന്ന് അങ്ങനെ വലിയ മസാല ദോശ കഴിച്ച ആ ഒരു കിക്കില്ലേ, അത് തോന്നിക്കത്തുമില്ല. പാകത്തിനായിരുന്നു. ഇന്ന് മധുരമുള്ള ചായയാണ് കുടിച്ചത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് വന്നു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. പാത്രം എടുക്കട്ടെ. വേഗം ഫ്രൈ ചെയ്ത് പാത്രവും കഴുകി അടുക്കള അടയ്ക്കണം. ഉച്ച കഴിഞ്ഞ് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോണം, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് അങ്ങ് കഴിഞ്ഞ ആഴ്ച ഫുൾ പുറത്ത് ശ്രീഹരി ഓഫീസിൽ പോയി. ഞങ്ങൾ ഞാനും ഒന്നും പുറത്തേക്കൊന്നും പോയൊന്നുമില്ല. എന്നാൽ എനിക്ക് പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഞാനിന്ന് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചാണ്. പൊട്ടിത്തെറിക്കുന്ന ഇതാണെങ്കിൽ വീഴില്ല കേട്ടോ. ക്യാമറ ചിക്കൻ ഫ്രൈഡ് മസാല പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ മസാല ഞാൻ എല്ലാം കാണിക്കുന്ന മസാലയൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നോണ്ട് ഞാൻ ഒത്തിരി അങ്ങ് അരച്ചിട്ടില്ല, അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല. കണ്ടോ, ഇങ്ങനൊരു ആ ഒരു തരിതരിപ്പ്, പെരുംജീരകമൊക്കെ ആണെങ്കിലും ആ ഒരു തരിതരിപ്പുണ്ട്. ഇന്ന് ക്രഷ് ചെയ്തെടുത്ത മസാലയാണ്, ഫുൾ അരച്ചില്ല. പിന്നെ ഇതിന് കുഞ്ഞുള്ളി, സബോളയ്ക്ക് പകരം കുഞ്ഞുള്ളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ മസാല. മുഖൊന്ന് കാണിച്ച് ശ്രീഹരിയുടെ ഫേവറേറ്റ് ലഞ്ച്. ഫുഡ് കഴിക്കാൻ പോവാണ്. സാലഡ് ഉണ്ടാക്കിയില്ല, കാരണം ഇവിടെ സാലഡ് വലിയ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എനിക്കിന്ന് മെനക്കെടാൻ വയ്യായിരുന്നു. സാലഡും കൂടി ഇത്രയും മതി. പിന്നെ കുക്കുംബർ ഇരിപ്പുണ്ട്, അത് കഴിക്കും. കുക്കുംബർ മാത്രമായിട്ട് കഴിക്കും. ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ തൈര് ഒഴിച്ച സാലഡ് ശ്രീഹരിക്ക് ഇഷ്ടമല്ല. ഞാൻ പിന്നെ എനിക്കത് ഉണ്ടാക്കാനും പിന്നെ ഇത്രയൊക്കെ ആയപ്പോഴത്തേനും പോയൊക്കെ വന്നപ്പോഴത്തേനും അങ്ങ് മടിയായി. അതുകൊണ്ട് നമുക്ക് ഇതാണ് ഫുഡ്. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ടൊക്കെ
കാണാം. അപ്പോ ചായ കുടിക്കുന്ന സമയമായി. ഞങ്ങൾ ചുമ്മാ ഒന്ന് കിടന്നുറങ്ങിയൊന്നുമില്ല. വൈകുന്നേരം ഇതുവരെ എവിടെയും ഇറങ്ങിയില്ല. ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോ ഇവിടെ ഒരാള് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഹായ്, ചായ ഇടുവാണോ? ചായ ഇടുവാണോ? ശ്രീഹരി ചായ ഇടുവാ. പോയി എന്തോ ഒന്നോടെന്ന് പറഞ്ഞേ? കുറെ നാൾ അങ്ങനെ ആയിരുന്നു. പക്ഷെ പിന്നെ ടൈഫോയിഡിന് ശേഷമാണ് നീ ചായയൊക്കെ സ്ഥിരമായിട്ടുണ്ടത്. അല്ല എനിക്ക് ടൈഫോയിഡ് വന്നതിന് ശേഷമാണ് ശ്രീഹരി അടുക്കള ജോലിയുടെ ഒരു ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയും പരിപാടി അങ്ങനല്ല. എനിക്ക് ടൈഫോയിഡ് വന്ന് കിടപ്പിലായപ്പോഴാണ് ശരിക്കും ശ്രീഹരി മനസ്സിലാക്കുന്നത് ഇത് ഇച്ചിരി ചില്ലറ പരിപാടിയല്ല എന്നുള്ള. 3 നേരം സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നുള്ള. ശേഷമാണ് രാവിലെ വൈകിട്ടത്തെ ചായ സ്ഥിരമായിട്ട് ശ്രീഹരി എന്നെ കൊണ്ട് ഇടിപ്പിക്കാതെ ഇടുന്നത്. ശ്രീഹരി ഇവിടെ പതപ്പിച്ച ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പതപ്പിച്ച ചായ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പോവുകയാണ്. പക്ഷെ ചായ മാത്രമേ ഉള്ളൂ. നല്ല ചായ എന്റെ ചായ. ഇപ്പൊ കൊറേ നാളായിട്ട് ശ്രീഹരി രാവിലെ വൈകിട്ട് അത്രയില്ല. വൈകിട്ട് എപ്പോഴും ഒന്നും ഇല്ല. വൈകിട്ട് നീ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ഞാൻ ചായ ഇടൂല്ല. നീ ഹൊരമാവ് ലേക്ക് ആവുമ്പോഴേ എന്നോട് പറയും ചായ എന്ന് മെസ്സേജ് അയക്കും. ചായ ഇട്ട് തുടങ്ങിക്കോളാൻ അല്ലേ? മിക്കവാറും ദിവസം എങ്ങനെയാ. അപ്പൊ ഓഫീസിലല്ല, രാവിലെ എല്ലാ ദിവസവും രാവിലെ ശ്രീഹരിയെ ചായ ഇടുന്നത്. നീ ഇരുണ്ട കാണുന്നത് അവിടെ അങ്ങനെ ഒട്ടുമായിട്ടല്ല ശ്രീഹരി. നല്ല ചായയാണോ ശ്രീഹരി? എന്ത് എന്റെ ചായ നീ പറ, എന്റെയാണോ നിന്റെയാണോ നല്ല ചായ? എന്റെയാണോ നിന്റെയാണോ നല്ല ചായ? സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ ഒരു 2 കൊല്ലമായിട്ട് അടുപ്പിച്ചിട്ട് കുടിച്ച് എനിക്ക് ശ്രീഹരിയുടെ ചായ ഇഷ്ടം എന്റെ ചായക്കാട്ടിൽ. പൊക്കി പറയല്ല. ഇപ്പൊ എന്തോ ഇപ്പൊ സത്യമായിട്ടും ഇപ്പൊ ഞാൻ ചായ ഇട്ട എനിക്ക് വലിയൊരു ഇഷ്ടമില്ല. ശ്രീഹരി ചായ ഇടുമ്പോഴാ ചായ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് പോവാണ്. അതും ഒരാവശ്യത്തിന് തന്നെയാണ് പോകുന്നത്. നമ്മുടെ പഴയ വീടില്ലേ, നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ ഇപ്പം ഈ ജൂണിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ താക്കോലൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തില്ല. കാരണം ജൂൺ അവസാനം വരെ നമ്മളത് ജൂൺ കൂടെ എഗ്രിമെന്റിൽ ജൂണും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടല്ലേ അത് താക്കോലൊക്കെ തിരിച്ചു കൊടുക്കണ്ടുള്ളൂ. അവിടുത്തെ മിക്കവാറും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയും ഒന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പോ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ പോവാം. എനിക്ക് ഈ ഗണപതിയുടെ അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് കണ്ട കാലം തൊട്ടുള്ള ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ പോകാൻ പറ്റില്ല.
ബാൽക്കണിക്കത്തൊന്നുമില്ലേ? അപ്പൊ ഇന്നുകൊണ്ട് നമ്മൾ താക്കോൽ കൊടുക്കുവാണ്. ഇതെന്റെ വെട്ടമുള്ള അടുക്കളയായിരുന്നു. ആ അടുക്കള വെച്ച് ചെയ്യാം സൗകര്യം, അതിൽ സൗകര്യം കൂടുതലാണ്, പക്ഷെ ഭയങ്കര വെട്ടക്കുറവാണ്. ഇവിടെ പക്ഷെ സൗകര്യം കുറവ്, പക്ഷെ നല്ല വെട്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ഇന്നത്തൂടെ ഇവിടുന്ന് താക്കോല് കൊടുക്കാൻ പോവാ തിരിച്ചു. 4 കൊല്ലം താമസിച്ചല്ല, അയ്യോ വെട്ടം പോയി. 4 കൊല്ലം താമസിച്ചല്ലേ ഒരു സ്നേഹം കാണും അല്ലേ ശ്രീരി? 4 കൊല്ലം താമസിച്ചതിന്റെ ഒരു സ്നേഹം നമുക്ക് കാണത്തില്ലേ? ശരി, സെക്യൂരിറ്റി ഓപ്പോസിറ്റ് തിരിച്ചു വന്നാൽ സ്നേഹം ഒന്നും പോകുമെന്ന് അറിയത്തില്ല. തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്, എത്ര കിട്ടുമെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വന്നു. നമ്മുടെ പരിപാടികളൊക്കെ തീർത്തു, താക്കോലൊക്കെ കൊടുത്തു. പക്ഷെ ഇനി നമ്മൾ പോവുക ഭാഗത്തേക്ക്, കാരണം അവിടെയാണ് നമ്മൾ കാണുന്ന ഡോക്ടറും കാര്യങ്ങളും എല്ലാം, അവിടെയാണ് ഹോസ്പിറ്റലൊക്കെ. അപ്പം അവിടെ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കത്തില്ല. പിന്നെ എന്താ പറയുന്നത്, അപ്പം അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കി കഴിച്ചു. അത് കഴിഞ്ഞ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വീഡിയോയിൽ ഞാനൊരു പൈനാപ്പിൾ സാലഡിൻ്റെ കാര്യം ഒരു ഇത് കാണിച്ചിട്ടില്ല. പൈനാപ്പിളും ആപ്പിള്, കുക്കുംബർ, ക്യാരറ്റ് അതൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ടൈപ്പ് സാലഡുകൾ. അപ്പം അത് ഞാൻ കഴിച്ചു. അത് ഞാൻ അന്നുണ്ടാക്കി, ഞാൻ ചിക്കൻ്റെ കൂടെ അത് കഴിച്ചായിരുന്നല്ലോ. ഇന്ന് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിരുന്നു. ഗീ റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും നല്ല ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ പോമഗ്രനേറ്റ് ഉണ്ടായിരുന്നു. പോമഗ്രനേറ്റും കുക്കുംബറൊക്കെ കൂടെ ഞാൻ സാലഡ് ഉണ്ടാക്കി, ഞാൻ അതാ കഴിച്ചത്. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. റെസിപ്പി എന്നൊന്നും പറയാനില്ല, ഒന്നുമില്ല, ചുമ്മാ എന്നാലും ഞാനത് എടുത്തു വെച്ചു. അത് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കുറച്ച് കൂടുതലാണ് കുക്കുംബർ എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ മാതള നാരങ്ങയും പിന്നെ അത് ആപ്പിളും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്, പക്ഷെ ഞാൻ ചേർത്തില്ല. പിന്നെ എന്താണ്, ഇത്രയും കാര്യങ്ങളുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ഇത് ഒരു ഉച്ചയ്ക്ക് നല്ല ഒരു ഹെവി ആയിട്ട് എന്തെങ്കിലും ഒരു ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും പിന്നെ വേണമെങ്കിൽ പ്രോട്ടീന് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നിറഞ്ഞു നിൽക്കും. പക്ഷേ എനിക്ക് രാത്രിയിൽ ഒട്ടും വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഒരു സാലഡ് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം നല്ലതാണ്. ഇതിനകത്ത് പ്രോട്ടീൻ വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയതോ വല്ലതും ഒന്ന് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.